ഭാരതപഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ പൊരുതുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതീക്ഷയായി നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഏറെ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ സഖാവ് PA മുഹമ്മദ് റിയാസിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും CPIഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് MV ജയരാജനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും തലശ്ശേരി MLA കൂടിയായ സഖാവ് AN ഷംസീറിനെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സഖാവ് DK സനോജ്, M വിജിൻ MLA, P ഹരീന്ദ്രൻ തുടങ്ങിയ സഖാക്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സഖാവ് പുഷ്പന്റെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, യുവജന സഖാക്കൾ, മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് A റഹീമിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, വളരെ അഭിമാനകരമായ ഈ നിമിഷം നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും ആവേശം തരുന്ന പ്രിയങ്കരനായ സഖാവ് പുഷ്പൻ അദ്ദേഹത്തിനുള്ള പുതിയ വീട് അദ്ദേഹത്തിന്റെ സഖാക്കൾ നിർമ്മിച്ചു നൽകിയ വീട്, അതിന്റെ താക്കോൽദാന ചടങ്ങ് ഇതിനകം തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞതാണ്. ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അഭിസംബോധന ചെയ്തുകൊണ്ടും സംസാരിക്കാൻ കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു സംഭവത്തിന്റെ എല്ലാവരുടെയും മനസ്സിൽ കനലായി നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ നേർസാക്ഷിയായി, ജീവിക്കുന്ന രക്തസാക്ഷിയായി നമ്മോടൊപ്പം നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ആവേശം പകരുന്ന സഖാവ് പുഷ്പൻ, അദ്ദേഹം അതിനുശേഷം നേരിട്ട വിഷമകരമായ അവസ്ഥ നേരിട്ടറിയാവുന്നവരാണ് ഇവിടെ തടിച്ചുകൂടിയവരെല്ലാം. അങ്ങനെയുള്ള പുഷ്പന് ഒരു വീട് പുതുതായി നിർമ്മിച്ചു നൽകാൻ ആലോചിച്ചതും അത് സ്തുത്യർഹമായ രീതിയിൽ പൂർത്തിയാക്കിയിരുന്നു. എത്ര അഭിനന്ദിച്ചാലും മതിവരാത്തൊരു കാര്യമാണ്. ഇതിന് നേതൃത്വം കൊടുത്തതും ഇതുമായി സഹകരിച്ചതുമായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഡിവൈഎഫ്ഐ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇതിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. സഖാവ് പുഷ്പന്റെ പേരും കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണയിൽ നമുക്ക്
ആവേശം പകരുന്ന ഒന്നാണ്. ഈ കേരളത്തിലും രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്മരണ വലിയ തോതിൽ ആവേശം പകരുന്നതാണ്. ഇപ്പോ നമ്മൾ ഈ യോഗം ചേരുന്ന നാളുകൾക്ക് മുൻപാണ് രാജ്യം തന്നെ ഏറ്റവും വലിയ ഒരു സമര വിജയത്തിന് സാക്ഷ്യം വഹിച്ചു. രാജ്യത്തെ ഗവൺമെന്റ് അഹന്തയോടെയും ദാർഢ്യത്തോടെയുമായിരുന്നു കർഷകരുടെ പ്രക്ഷോഭത്തെ സമീപിച്ചു. ആ കർഷകരെ സമരം നടത്തുന്ന, സമാധാനപരമായി സമരം നടത്തുന്ന കർഷകരുടെ നേരെ വാഹനമോടിച്ചു കയറ്റാനും ആളുകളെ കൊല ചെയ്യാനും ആ കൊലയെ ന്യായീകരിക്കാനും ഒരു മടിയും സംഘപരിവാറിനുണ്ടായിട്ടില്ല. രാജ്യത്തെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ സഹിച്ചുകൊള്ളണമെന്ന നിലപാടിലായിരുന്നു. പക്ഷേ ഏതിലും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്താണ് എന്ന് ആ കർഷക സമരം ബോധ്യപ്പെടുത്തി. എത്രമാത്രം അടിച്ചമർത്തൽ നടപടികൾ ഉണ്ടാകുന്നോ അത്രത്തോളം ആ സമരം ജനപിന്തുണ കൂടുതൽ ആർജിക്കുന്ന നിലപാടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിയമം പിൻവലിച്ചോളാം എന്ന് രാജ്യത്തോട് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് നേരത്തെ ഇതിനെ നിഷേധഭാവത്തോടെ സമീപിച്ച പ്രധാനമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. അപ്പോ സമരം, തെറ്റിനെതിരെയുള്ള പ്രക്ഷോഭം, അത് ഐതിഹാസികമായ വിജയം നേടാനാകുന്നുവെന്നാണ് നമുക്കിവിടെ കാണാനായത്. ഒരു പുതിയ നില സൃഷ്ടിക്കാനായി ജനവികാരം തൃണവൽക്കരിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നിയത് എന്തും നടപ്പാക്കും എന്ന അധികാരത്തിന്റെ ഹുങ്കിന് വലിയ തോതിലുള്ള തിരിച്ചടിയേറ്റു. അത്തരത്തിലുള്ള ഒരു സമര വിജയം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങൾക്കും ആ പ്രശ്നങ്ങളെ നേരിടാൻ ജനങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒന്നാണ്. ഇവിടെ പലതും നേരിടുന്ന ജനങ്ങളാണുള്ളത്. പലതും അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളാണുള്ളത്. മതനിരപേക്ഷത ഓരോ ഘട്ടത്തിലും അപകടത്തിൽപ്പെടുന്നു. ഓരോ നിമിഷവും, ഓരോ ദിവസവും മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന കൂടുതൽ നടപടികളുണ്ടാകുന്നു. ഒരു മറയുമില്ലാതെ വർഗീയത അഴിഞ്ഞാറുന്നു. നമ്മുടെ ഭരണഘടനക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. ഭരണഘടന വ്യവസ്ഥകൾ പെട്ടെന്നൊരു ദിവസം
പാർലമെന്റിൽ പോക്കറ്റിൽ നിന്നൊരു കടലാസെടുത്ത് വായിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന നിലയിലുള്ളൂ. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയടക്കം എടുത്തു കളയുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. ഇവിടെ മനുഷ്യനെ വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഓരോ വിഭാഗവും തുടരുന്ന സാംസ്കാരിക രീതികളുടെ പേരിൽ ആക്രമിക്കുന്ന നിലയുണ്ടാകുന്നു. ഭിന്നിപ്പിക്കാനും ചിത്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ജനങ്ങളുടെ ഐക്യമാണ് പ്രധാനം എന്നത് മറന്ന് ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളാക്കി തിരിക്കാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുന്നു. രാജ്യവ്യാപകമായി തങ്ങൾ ഉയർത്തുന്ന വർഗീയ താൽപര്യങ്ങൾ വെച്ച് എന്തുമാകാം, എന്തും ഞങ്ങൾ ചെയ്യും, ആരുണ്ട് ഞങ്ങളെ തടയാൻ എന്ന രീതിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഇതിനെതിരെ തടയിടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർ രംഗത്ത് വന്നത്. അപ്പോ ആ കർഷക സമര വിജയം എന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പുതിയ തിരിവ് സംഭവങ്ങൾക്കുണ്ടാക്കുന്ന ഒന്നാണെന്ന് നാം കാണുന്നു. വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത കൂടുതൽ കരുത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്. പക്ഷേ രാജ്യത്തിന്റെ ചിത്രം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മതനിരപേക്ഷത, ഞങ്ങളും മതനിരപേക്ഷമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷതക്കൊരു വിലയും കൽപ്പിക്കാതെ വർഗീയ താൽപര്യങ്ങളോട് സമരസപ്പെട്ടു പോകുന്ന ചില ശക്തികളെയാണ്. നിർഭാഗ്യവശാൽ രാജ്യത്തെ ചില പ്രധാന ശക്തികൾ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നത് നാം കാണുന്നുണ്ട്. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്. അതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൺമുന്നിലുള്ള അനുഭവം. ഇവിടെ ആഗോളവൽക്കരണ നയം നടപ്പാക്കിയത് കോൺഗ്രസ്സാണ്. അന്നതിനെ ഇടതുപക്ഷം ശക്തമായി എതിർത്തു. അതിന്റെ ഗുണഗണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പാടി നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ അതേ നയം കൂടുതൽ തീവ്രതയോടെ BJP രാജ്യത്ത് നടപ്പാക്കുന്നു. എല്ലാവരും അതിന്റെ തിക്തഫലം കടുത്ത രീതിയിൽ അനുഭവിക്കുന്നു. എന്നാൽ ആ ഘട്ടത്തിലെങ്കിലും ആഗോളവൽക്കരണം തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടോ? സ്വകാര്യവൽക്കരണം ഞങ്ങൾ സ്വീകരിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾ തുടക്കം കുറിച്ച ഉദാരവൽക്കരണ നടപടികൾ വശരായിപ്പോയി എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഈ രാജ്യത്തെ ജനങ്ങളെ ആകമാനം മുച്ചൂടും മുടിക്കുന്ന നയങ്ങളായിരുന്നു ഇതെല്ലാം. അത് ഇപ്പോഴും തിരുത്താനോ ഞങ്ങള് ആ നയം തിരുത്തുന്നുവെന്ന് പൊതുജനസമക്ഷം പ്രഖ്യാപിക്കാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നാണ് നാം കാണേണ്ടത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ
കോൺഗ്രസും BJPയും അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുമെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല വിധത്തിലുള്ള ധാരണയും അതിനോടൊപ്പം സഹകരണവുമെല്ലാം ഉണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നുമില്ലെങ്കിലും ഇപ്പോഴേ തന്നെ പരസ്പര ധാരണയോടെ ഈ ശക്തികളെല്ലാം നീങ്ങുകയാണ്. എന്താണ് ഇവർക്കെല്ലാം വേണ്ടത്? കേരളം ഒരിഞ്ച് മുന്നോട്ട് നീങ്ങരുത്, കേരളം ഒരു രംഗത്തും വികസിക്കരുത്, കേരളത്തിന്റെ വികസന കുതിപ്പിനെ തടയിടണം. ഞങ്ങളെല്ലാം ആ വികസന കുതിപ്പിനെ തടയിടാൻ ഒന്നിച്ചണിനിരക്കുന്നു. ഇതാണ് ഈ ശക്തികൾ സ്വീകരിക്കുന്ന നിലപാട്. അങ്ങനെ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയുക എന്ന് പറഞ്ഞാൽ നാളത്തെ നമ്മുടെ കേരളത്തിന്, ഭാവി കേരളത്തിന് ഏറ്റവും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഓരോ കാര്യത്തിലും ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശദമായി ആ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ BJP സംഘപരിവാർ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് ഹലാൽ വിവാദം. ഒന്നുമില്ലാത്ത ഒരു പ്രശ്നത്തെ എങ്ങനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ചിത്രീകരിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ കണ്ടത്. നമ്മുടെ പാർലമെന്റ് മെമ്പറായ ബ്രിട്ടാസ് നേരത്തെ ദേശാഭിമാനി ലേഖകനായി ഡൽഹിയിലുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇന്നൊരു ലേഖനം എഴുതിയത് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് പാർലമെന്റില് ഈ ഹലാൽ എന്നെഴുതിയ വസ്തുക്കളാണ് അവിടുത്തെ ക്യാൻറ്റീനിൽ വിതരണം ചെയ്യുന്നതെന്ന്. അത് അന്നല്ല, അന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതെന്താണ് അതിന്റെ അർത്ഥം? ഇത് കഴിക്കുന്നതിന് അപകടമില്ല, സുരക്ഷിതമായതാണ് എന്ന് വ്യക്തമാക്കൽ മാത്രമാണ്. അതിനെയാണ് വർഗീയമായി ചിത്രീകരിച്ച് ഒരു ജനവിഭാഗത്തെ ആകെ ആക്ഷേപിക്കാനും അപഹസിക്കാനുമുള്ള ഒന്നാക്കി മാറ്റുന്ന നിലയെടുത്തിരിക്കുന്നത്. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിവാദം ഉയർന്നപ്പോ അതിനെ തേടി അന്വേഷകർ ചെന്നപ്പോ കണ്ടത് സംഘപരിവാറുകാരായവരുടെ കമ്പനിയാണ് അത് എന്നാണ്. അവരാരും ഇവർ ഉദ്ദേശ കൂട്ടത്തിൽപ്പെട്ടതല്ല. യഥാർത്ഥത്തിൽ ഇത് സുരക്ഷിതമാണ് എന്ന് കാണിക്കാൻ ഈ പദം ഇട്ടു എന്ന് മാത്രമാണ് കാണുന്നത്. എങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ നാടിനെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയതയുടെ ഭാഗമായി അണിനിരത്താനും ശ്രമിക്കുന്നുവെന്നാണ് നാം കാണേണ്ടത്. ഇവിടെ നമ്മുടെ നാടിന്റെ പ്രത്യേകത മതനിരപേക്ഷത വലിയ തോതിൽ സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടം തൊട്ട് പിന്നീട് ഇടതുപക്ഷം എല്ലാം വഹിച്ച പങ്കുണ്ട്. ആ നില നമുക്ക് കാത്തു സൂക്ഷിക്കാനാവണം. വർത്തമാനകാലത്ത് DYFI ആ കൊടിക്കൂറ ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഫെഡറലിസം കാത്തു സൂക്ഷിക്കാൻ അധികാരത്തിന്റെ കുങ്കോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ താക്കീത് ഉയർത്താൻ നമ്മുടെ നാടിന്റെ യുവതയെ ശരിയായ രീതിയിൽ
അണിനിരത്തുന്ന സംഘടനയായാണ് ഡിവൈഎഫ്ഐ നിലകൊള്ളുന്നത്. ഇത് തീർച്ചയായും നമുക്കെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. പുഷ്പന്റെ പുതിയ വീട് നിർമ്മിക്കാനെടുത്ത തീരുമാനം സംയോജിതമായിട്ടുള്ള ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായൊരു കാര്യമാണ്. ഈ വീടിന്റെ താക്കോൽ ദാനം ഔപചാരികമായി നേരത്തെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം. ഈ കെട്ടിടത്തിന്റെ ആർക്കിടെക്ട്, അതോടൊപ്പം തന്നെ കോൺട്രാക്ടർ എന്നിവർക്കുള്ള ഒരു പുരസ്കാരമാണ് ഉപഹാരം നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ആർക്കിടെക്ട് ആയി പ്രവർത്തിച്ചത് PK പ്രജിത, വിജയ് ഹരിദാസ്, രണ്ടുപേരെയും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വിനയപുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. കോൺട്രാക്ടറായി പ്രവർത്തിച്ചത് സഖാവ് സന്തോഷാണ്. ശ്രീ സന്തോഷിനെ ക്ഷണിക്കുന്നു. ഹലോ സൈഡിക്ക് ചേട്ടക്കും സൈഡിക്കും പ്രിയപ്പെട്ട സഖാക്കളെ, കേരളത്തിലെ ഡിവൈഎഫ്ഐ സഖാക്കളെ സംബന്ധിച്ച് വളരെ ആവേശകരമായ നിമിഷമാണ് കടന്നുപോയത്. രാജ്യത്തെങ്ങാനുമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും സഖാക്കൾക്കും ഏറെ പ്രിയപ്പെട്ട സഖാവ് പുഷ്പന് പുതിയ വീടായിരിക്കുന്നു. ആ വീടിന്റെ താക്കോൽദാനത്തിന് വേണ്ടി എത്തിയത് കേരളത്തിന്റെ ഏറ്റവും പ്രിയകരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. കൂത്തുപറമ്പ് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ കേവലമായൊരു സ്ഥലനാമമല്ല. 1993 കോൺഗ്രസ് നടപ്പിലാക്കി തുടങ്ങിയ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രാജ്യത്ത് നടന്ന ആദ്യത്തെ രക്തരൂക്ഷിതമായ പോരാട്ടത്തിന്റെ പേരാണ് കൂത്തുപറമ്പ്. നവലിബറൽ നയങ്ങൾക്കെതിരായ രാജ്യത്തെ ആദ്യത്തെ രക്തസാക്ഷിത്വമാണ് കൂത്തുപറമ്പ്. രാജീവനും റോഷനും ബാബുവും മധുവും